ശശി തരൂരിനെ കുറിച്ച് പറഞ്ഞതിൽ വിശദീകരണവുമായി ഒ രാജഗോപാൽ ആലങ്കാരികമായി പറഞ്ഞതാണെന്നും പ്രസംഗം മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്നും ഒ രാജഗോപാൽ. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, അതിൽ തെറ്റായി വ്യാഖ്യാനിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? നോക്കൂ, ബി.ജെ.പി കേന്ദ്രമന്ത്രിമാരെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്നത് ആലോചിക്കുന്ന ഘട്ടത്തിലാണ് സംസ്ഥാന തന്നെ മുതിർന്ന നേതാവ് അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. ആസന്നമായിരിക്കുന്നു. എക്കാലത്തും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഇത്തവണയും വലിയ പ്രതീക്ഷ ബി.ജെ.പി വെച്ചു പുലർത്തുന്നു. ശശി തരൂരിനെതിരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ബി.ജെ.പി അന്വേഷിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ബി.ജെ.പി നേതൃത്വത്തെ വെട്ടിലാക്കി ഒ രാജഗോപാലിന്റെ പ്രസംഗം പുറത്തു വന്നത്. ശശി തരൂരിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന നിലയ്ക്ക്, ആർക്കും കഴിയില്ല എന്ന നിലയ്ക്കുള്ള പ്രസംഗമായിരുന്നു. ഏതായാലും ഇത് ബി.ജെ.പി നേതൃത്വത്തിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാകണം സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു സമ്മർദ്ദം രാജഗോപാലിന് മേൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം തീർച്ചയാണ്. അല്പസമയം മുമ്പ് ഒ രാജഗോപാൽ തന്റെ പ്രസംഗത്തിൽ തിരുത്ത് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ആ പോസ്റ്റിൽ പറയുന്നത് താൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല തന്റെ പ്രസംഗം മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത്. ഒന്നിൽ കൂടുതൽ വിജയിച്ച ആൾ എന്ന നിലയ്ക്കാണ് തരൂരിനെ കുറിച്ച് സംസാരിച്ചത്. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തന രീതി കൂടി വിലയിരുത്തി കഠിനാധ്വാനം ചെയ്താൽ ബി.ജെ.പിക്ക് തിരുവനന്തപുരത്ത് വിജയിക്കാൻ കഴിയും. തരൂരിന്റെ നാമമാത്രമായ സാന്നിധ്യം മണ്ഡലത്തിൽ തരൂരിനത് പ്രതികൂലമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വിശദീകരണ കുറിപ്പ് വന്നിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ആ പോസ്റ്റ് അവസാനിക്കുന്നത് ഇത്തവണ ബി.ജെ.പി തിരുവനന്തപുരത്ത് വിജയിക്കും എന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുകൂടി അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് ഒരു സമ്മർദ്ദം രാജഗോപാലിന് മേൽ വന്നിട്ടുണ്ടാകും. ആ പ്രസംഗം അത്രമേൽ ബി.ജെ.പിക്ക് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ഘട്ടത്തിലാണ് തന്റെ പ്രസംഗത്തിൽ വിശദീകരണവുമായി ഒ രാജഗോപാൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമമണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരൻ മത്സരിക്കാനെത്തിയപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഒ രാജഗോപാൽ നടത്തിയ പ്രസംഗവും ബി.ജെ.പി നേതൃത്വത്തെ വെട്ടിലാക്കിയിരുന്നു. ശരി ആനന്ദൻ, എന്തായാലും തെറ്റായി വ്യാഖ്യാനിച്ചു എന്നാണ് ഇപ്പോൾ ഒ രാജഗോപാലിന്റെ വിശദീകരണം വരുന്നത്. അത് തെറ്റായി വ്യാഖ്യാനിച്ചതാണോ അതോ കൃത്യമായി പറഞ്ഞതായിരുന്നോ എന്ന് ആ പ്രസംഗം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തായിരുന്നു ഒ രാജഗോപാൽ പറഞ്ഞത് കേൾക്കാം നമുക്ക്. പാലക്കാട്ടുകാരനായിട്ടുള്ള ആള് അദ്ദേഹത്തിന്റെ മഹിമ ലോകം അംഗീകരിക്കുന്നു. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ തീരുമാനിച്ച അവസരത്തിൽ ഞാൻ സംശയിക്കായിരുന്നു. ഐക്യരാഷ്ട്രസഭയിൽ വളരെ ശരിയാണ്, അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ ഏറ്റവും യോഗ്യം തന്നെയാണ്. നല്ല ഇംഗ്ലീഷിൽ ഭംഗിയായിട്ട് സംസാരിക്കും. പിന്നെ എന്തിനാണ് ഇവിടെ ഈ തിരുവനന്തപുരത്ത് വന്ന് നിൽക്കാനുള്ള കാരണം ഞാൻ ചോദിക്കേണ്ടായി. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, തിരുവനന്തപുരത്തുകാരുടെ മനസ്സിനെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വീണ്ടും തിരുവനന്തപുരത്ത് ജയിക്കുന്നത്. ഇനി അടുത്ത കാലത്തൊന്നും വേറെ ആർക്കെങ്കിലും അവസരം ഉണ്ടാവുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്.